शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो ശാന്തി വാസുദേവൻ നമ്പൂതിരി അല്ലേ? ഇല്ലത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? അറിയില്ല. പിന്നെ വേറെ അടിച്ചളി ആരാന്ന്? അടിച്ചളി ഒരു യശോദാന്ന് നമ്മൾ യശോമയിൽ കൂടെ ഒരു പോക്ക് പോയിനി നേരത്തെ. പിന്നെ അതുപോലെ അതല്ല മാരാറാരാ? ചോയിലാണ്. പിന്നെ കഴകം വാദ്യം അല്ല അങ്ങനെ തന്നെ ഉള്ളു അല്ലേ? പിന്നെ ബാക്കി എല്ലാം ഇത് ഒരാൾ തന്നെ എല്ലാം ചെയ്തോളും അല്ലേ? അതെ, കാരണം ഇത് ഉൾഗ്രാമമായതുകൊണ്ട് ഈ ദേശവാസികളാണ് കൂടുതലും വന്ന് ചേരുന്നത്. അതെ അതെ, സംഭാവന എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതെ, നിത്യ കാര്യങ്ങളെല്ലാം ഓരോ വ്യക്തികൾ, ഓരോ കുടുംബങ്ങൾ. അതെ അതെ, ശാന്തിമാരോടെയും മറ്റുള്ള എല്ലാം ശമ്പളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെലവ് വരുന്നതാണ്. അപ്പം അത്രയും കാര്യം കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഇത്രയും ഭഗവാനെ ഈ രൂപത്തിൽ എത്തിച്ചത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ ഇതാ ഓഫീസെല്ലാം കണ്ടില്ല. അത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചെറിയ ഒരു വിധത്തിലെല്ലാം അവർ ചെയ്ത് ഒപ്പിക്കുന്നത്. പക്ഷേ ഇത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യ ബാൻഡൊക്കെ കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി ബാക്കി അതിൻ്റെ സിമെൻറ്റും കെട്ടുകാറ പണിയും പണിക്കൂലിയും എല്ലാം നമുക്കിപ്പോൾ കാണേണ്ടത് അല്ലേ? അത് മാത്രം പറയാം, ഇനിയും കല്ല് ധാരാളം വേണം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കല്ലാണെങ്കിൽ ഒരു കല്ല്, അത് എത്രയാണെന്ന് വെച്ചാൽ പിന്നെ രാജുവേട്ടനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ രാജുവേട്ടൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമായി പറഞ്ഞു തരും കേട്ടോ. നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് ഈ ഉൾഗ്രാമത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ക്ഷേത്രം കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത്രയും ചൈതന്യമുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് നിങ്ങൾ എത്രയോ സ്ഥലങ്ങൾ നിങ്ങൾ ടൂറും കാര്യങ്ങളും പോയിട്ട് വെറുതെ പോയിട്ട് തീർക്കുന്നുണ്ട്. അപ്പം സമയം കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് പോയിട്ട് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റും. അത്രയും എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പോൾ ഇതാ കണ്ടല്ലേ, എൻ്റെ മക്കളുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇവരെല്ലാം ഭഗവാന്റെ നടയിൽ തന്നെയാണ് ഏത് സമയം അല്ലേ? അതാണ് ഇപ്പോൾ ഇവിടെ സമയം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നട തുറക്കുന്നതും പൂട്ടുന്നതും സമയം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ വിട പറയാൻ നിങ്ങൾക്ക് അതിലിടയിൽ ഭഗവാന്റെ ഉള്ളിലുള്ള പിന്നെ മഹാദേവനെയും പിന്നെ ഗണേശനെയും ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. നല്ല നമസ്കാരം. ശരിയാ ചേട്ടാ. വഴിപാടിൻ്റെ ഇതാണ്. നിങ്ങൾക്ക് വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓൺലൈൻ വഴി അതിൻ്റെ പട്ടികയാണ്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. നേരത്തെ കാണിച്ചെന്ന രാജുവേട്ടൻ്റെ നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും. ഓൺലൈനിൽ രാജുവേട്ടൻ നിങ്ങൾ സാധനം അയച്ചു കൊടുക്കലുണ്ടോ? ദൂരെ ഗൾഫിൽ നിന്നെല്ലാം ആണെങ്കിൽ എടുത്ത പ്രസാദം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ വിട്ടുമായിരുന്നു, അത് ചോദിക്കാം കേട്ടോ. ഇപ്പം ഇതാണ് ഇവിടെ മഹാവിഷ്ണു ആണുള്ളത്. മഹാവിഷ്ണു മാത്രമല്ല ശാസ്താവുണ്ട്, പിന്നെ ഉള്ളിൽ മഹാദേവനുണ്ട്, ഗണേശനുണ്ട്, പിന്നെ തൊട്ടപ്പുറം ചുഴലി ഭഗവതിയുണ്ട് കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ ചുറ്റുവിളക്കുണ്ട് ഇവിടെ? ചുറ്റുവിളക്ക് നിറമാലി നടക്കലുണ്ട് അല്ലേ? അപ്പം അത് അവ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും അല്ലേ? പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവിടെ ഏറ്റവും വലിയ നൈവേദ്യം എന്താണെന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്? മഹാവിഷ്ണുവിന്റെ മെയിനായിട്ട് ചെയ്യല്ലേ? ചുറ്റുവിളക്ക്, പിന്നെ ഗണപതി ഹോമം, സാധാ ഗണപതി ഹോമം അല്ലേ? അപ്പം പിന്നെ ശാസ്താവിന് ശനീശ ഇത് എള്ള് സമർപ്പിക്കലുണ്ടോ? ശനിയാഴ്ച ദിവസമാണ് എള്ളുതിരി, ശാസ്താവിന് എള്ളുതിരി സമർപ്പിക്കലുണ്ട്. നീരാഞ്ജനമുണ്ട്. നീലാഞ്ജനല്ല, നീരാഞ്ജനാണ് കേട്ടോ. നീരാഞ്ജനം എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങയിലാന്ന് ചെയ്യുക. തേങ്ങ ചെത്തി എടുത്തിട്ട് ഒരു മുറി എടുത്തിട്ട് അതിൽ എള്ള് കറുത്ത തുണിയിൽ എള്ള് നിറച്ച്
അതിൽ നെയ്യിൽ മുക്കി വേണം കത്തിക്കാൻ, അല്ലെങ്കിൽ എള്ളെണ്ണയിൽ മുക്കി വേണം കത്തിക്കാൻ. അങ്ങനെയാണ് അത് സാധാരണ ചെയ്യാറ്. അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് എള്ള് പിന്നെ എള്ളെണ്ണ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ശനീശ്വരന് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അതെല്ലാം ഉണ്ട് അല്ലേ? നവരാത്രിക്ക് ഇവിടെ പിന്നെ ഗ്രന്ഥം ബുക്കും കാര്യങ്ങളും എല്ലാ സമയത്തും ഉണ്ടല്ലേ. അപ്പോൾ ഈ പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കൊളത്തൂർ ഭാഗത്തുള്ളവരും ഇനി കുർമാത്തൂർ ഭാഗത്തുള്ളവരായിക്കോട്ടെ തലപ്പുറം ഭാഗത്തുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഉൾഗ്രാമത്തിൽ അത്രയും ശാന്തതയുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ ഈ ശബ്ദങ്ങളെ മാലിന്യങ്ങളിൽ നിന്ന് ഇടയിൽ നിന്ന് നിങ്ങൾ മുക്തി കിട്ടി രക്ഷപ്പെട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജുവേട്ടൻ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ രാജുവേട്ടൻ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ നല്ല നമസ്കാരം. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഇനി കല്ലോ ഇനി സിമെൻറ്റോ അല്ലെങ്കിൽ കമ്പിയോ നിങ്ങൾക്ക് ഇനി പിന്നെ എന്തായാലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ രാജുവേട്ടനായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. നല്ല നമസ്കാരം അല്ലേ രാജുവേട്ടൻ? അങ്ങനെ പോയില്ലേ? എന്നാൽ നല്ല നമസ്കാരം. നമുക്ക് ചായ വരെ എത്തിച്ച് കണ്ടോ ഓറും. അപ്പം മീനങ്ങാടിയിൽ ഒരു സ്വയംഭൂ മഹാദേവ ക്ഷേത്രമുണ്ട്. അത് നിങ്ങൾ കാണേണ്ടതാണ്. അതിൻ്റെ പൂജാരി എന്ന് വെച്ചാൽ അനിയാട്ടനാണ്. അദ്ദേഹം തന്നെ ഇതിനെ നോക്കിയിടക്കും. ഒരു നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാട്ടിൽ പോയ ഒരു ഫീലാണ്. കാട്ടിനുള്ളിൽ ശബരിമലയിൽ പോയിട്ടുള്ള ഒരു ഫീൽ ആവുന്ന ഒരു ക്ഷേത്രമാണ്. ധാരാളം കുരങ്ങന്മാരുണ്ട് അവിടെ. അത് കാണേണ്ട ഒരു ക്ഷേത്രമാണ് അത്. പിന്നെ അതുപോലെ ആറുമല മഹാദേവ ക്ഷേത്രം, അതെന്ന് വെച്ചാൽ തലപ്പുഴ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വഴി കണ്ണൂരിൽ നിന്ന് പോകുമ്പം വരുന്ന വഴിക്ക് വരുന്ന ക്ഷേത്രമാണ് അത്. അതെന്ന് വെച്ചാൽ കുറുക്കൻ മൂല എന്ന് പറഞ്ഞ ദേശത്തെ വരിക. അതെന്ന് വെച്ചാൽ ഏകദേശം കാണേണ്ട ക്ഷേത്രം എന്ന് വെച്ചാൽ നിങ്ങളത്ര ആയിട്ടുണ്ട്, അത്ര വലിയ ശിവലിംഗമാണ്. അത് കാണേണ്ടതാണ്. അപ്പം അത് പിന്നെ 6 മലക്കും നടുവിലാണ് ഈ ഭഗവാൻ ഇരിക്കുന്നത്. അത് പിന്നെ തകർക്കപ്പെട്ടു പോയതാണ്. അത് ക്ഷേത്രത്തിൻ്റെ ഒരു പണി പോലെ തന്നെ എന്ന് വെച്ചാൽ ഈ കർണാടക ദേശത്ത് പണ്ട് കാലത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു പ്രതിരൂപം വന്നത്. പിന്നെയുള്ളത് വരയാൽ ശ്രീ മഹാദേവി ക്ഷേത്രം. കൊട്ടിയൂരിൽ നിന്ന് ദക്ഷയാഗം കഴിഞ്ഞതിന് ശേഷം ഭഗവതി നേരെ മുകളിൽ ഭഗവാനും ഭഗവതിയും കൂടിയിട്ട് വരയാൽ എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ആ മലമുകളിൽ പോയിട്ട് ഇരുന്നിട്ടാണുള്ളത്. അതിനുശേഷം നേരെ വരയാൽ എന്ന് പറഞ്ഞ ആ മലയുടെ താഴെ ഭഗവതി വന്നിരുന്ന ശേഷം അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇപ്പം. അത് അതിൻ്റെ അധികാരിയായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്ന ബാബുവേട്ടനാണ്. ബാബുവേട്ടൻ എന്ന് വെച്ചാൽ ഒരു കച്ചവട മനോഭാവമുള്ള ആളൊന്നുമല്ല, നിങ്ങളപ്പോൾ തന്നെയാണ്. കച്ചവട മനോഭാവമൊന്നുമല്ല. ഭഗവാനെ സേവിക്കുക, നാട്ടിൻ്റെ ഉയർച്ചക്കോ അഭിവൃദ്ധിക്കോ വേണ്ടി ശ്രമിക്കുക, സ്വന്തം കീശെന്ന് പൈസ എടുത്തിട്ട് ആ പാവം എല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് തന്നെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഉപമിക്കാൻ കാരണം നിങ്ങളും അതിൽ പെട്ട ഒരാളായതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇത് എല്ലാ ക്ഷേത്രക്കാരും കാണേണ്ടിയും പരിചയപ്പെടേണ്ടിയാണ്. എല്ലാവരും ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും ഇതിനെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ അന്നന്ന് ജീവിക്കുന്ന കൂട്ടറാ. എന്നിട്ട് പോലും അവരിതാ ഈ രൂപത്തിൽ ഭഗവാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ഭഗവാനോട് എടുത്ത കൊളത്തൂരപ്പനോടുള്ള അത്രത്തോളം അല്ലേ അർപ്പണഭാവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. നമ്മൾ അങ്ങനെ തന്നെ അവർ നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചു. ഭഗവാൻ അതിനുള്ള വഴികൾ ഉണ്ടാക്കി തന്നു. ഇതാ ശാന്തമായിട്ട് ഇത്ര സമയം മഴയായിരുന്നു, ഇപ്പം നമുക്ക് മഴ നിർത്തി തന്നു. ഇതുപോലെ അനേക ക്ഷേത്രങ്ങളുണ്ട്. പള്ളിയറ ഭഗവതി ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വള്ളിയൂർക്കാവ് എന്ന് പറയും. അവിടുത്തെ ഭഗവതിൻ്റെ വാള് വെക്കുന്ന സ്ഥലമാണ് അത്. ആർക്കും അറിയില്ല. എല്ലാവർക്കും വള്ളിയൂർക്കാവ് അറിയാം. പക്ഷേ അവിടുത്തെ ഭഗവതിൻ്റെ വാള് വെക്കുന്നത് ഈ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടുന്ന് വാള് കൊണ്ടുപോയാൽ അവിടെ ഉത്സവം നടക്കും. അങ്ങനെ പ്രത്യേകതയുണ്ട്. ഇതുപോലെ അനേക ക്ഷേത്രങ്ങൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ അതെ അതാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊട്ടിയൂരപ്പൻ്റെ വാള് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ മുതിരേരി എന്ന് പറഞ്ഞ ദേശത്തു നിന്നാണ്. അവിടുന്ന് ഞാൻ ആ ക്ഷേത്രം നമ്മൾ വീട് പോയി ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രം കാണേണ്ടി തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ലൈഫിൽ നമ്മൾ വേണ്ടാത്ത ഉല്ലാസ യാത്രകൾ പോകുന്ന സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് കുറേ അറിവുകൾ കിട്ടും. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇപ്പം തലവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് മുനിയറകളുണ്ട്. അത് കാണേണ്ട ക്ഷേത്രമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ സോമേശ്വരി ക്ഷേത്രം, പടപ്പേങ്ങാട്, അത് നിങ്ങൾ കാണേണ്ടതാണ്. കാരണം അവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളതോട് ഇത്രയും പറയാൻ കാരണം വെച്ചാൽ എനിക്ക് നിങ്ങളുടെ ദേശത്ത് ഈ തളിപ്പറമ്പ് വടക്കേ മലബാർ തളിപ്പറമ്പിൽ വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒരു വേർത്തൻ്റെ ലെവല്. നമ്മളെന്ന് വെച്ചാൽ മറ്റുള്ള പോലെ ഒരു സ്വാർത്ഥ ചിന്താഗതിയോ ഒന്നുമില്ല. അന്നന്ന് ജീവിച്ച് അവനവൻ്റെ കുടുംബം പോറ്റുന്നവരാണ്. പക്ഷേ എങ്കിൽ പോലും അവർ ഭഗവാനെയും കൂടി നമ്മളെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഭഗവാനെയും കൂടി ചേർത്ത് അല്ലെങ്കിൽ ഭഗവതിനെയും കൂടി ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ സോമേശ്വരി ക്ഷേത്രത്തിനും പോയി കാണേണ്ടതാണ്. നിങ്ങൾ എല്ലാവരും കൂടി നാലമ്പല ദർശനം മാത്രം പോരാ, ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്രങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടുമ്പം
നിങ്ങൾക്കും അതുപോലെ അവരോടും പറയുക, നിങ്ങളും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ സത്സംഗം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോക്ക് വരവ് വരും. അപ്പോൾ അതുപോലെ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രക്കും നമുക്ക് വഴിവെക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾ എല്ലാം പിന്നെ ചാത്തൻ കൊണ്ടുതരുന്ന പറഞ്ഞിട്ട് ചാത്തനും കാത്തു നിന്നാൽ ചാത്തനും വരില്ല, പോത്തനും വരില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൊണ്ടുതരില്ല. നമ്മൾ ശ്രമിക്കണം, നമ്മൾ നടക്കേണ്ടത് നമ്മൾ നടത്തുക. ഇതിപ്പോൾ നിങ്ങൾ വേഗം പോലെ കടുങ്ങനെ ചില്ലറ പശുവൊന്നും പോരാ, ചില്ലറ കല്ലും പോരാ, അടിനേ കെട്ടിപ്പൊന്തി ചേച്ചു കെട്ടിക്കൊണ്ടരണം. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പൈസ നിങ്ങൾ കാണേണ്ടി വരും. അടുത്ത തവണ നിങ്ങൾ എന്നെ ക്ഷണിച്ച് വരുമ്പം ഈ ഘടകം കെട്ടിയിട്ട് കാണണം. ഫസ്റ്റത്തെ പണി നമ്മളതാണ്. അതിന് ശേഷം നമുക്ക് അന്നദാനത്തിൻ്റെ ശാല തുടങ്ങാം അല്ലേ? എല്ലാവരും പറയുന്നതാണ് ഭഗവാന്റെ ഘടകം കെട്ടിയാൽ തന്നെ കുറേ വിഷമങ്ങൾ മാറും. പിന്നെ അതുപോലെ നമുക്ക് മുറ്റത്ത് കല്ല് പാഴാനുണ്ട്, കരിങ്കല്ലാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചെങ്കാലാങ്ക്. അങ്ങനെ ഭഗവാൻ എന്താ കുളത്തൂരപ്പം കണ്ടതെന്ന് നമുക്കറിയില്ല അല്ലേ? അതേ ക്ഷണിച്ച പോലെ നമുക്ക് ചെയ്യാം. എന്നിട്ട് എന്തായാലും ഈ വരുന്ന ഉത്സവത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല. രണ്ട് ഉത്സവം എന്തായാലും കാത്തുക്കേണ്ടി വരും. നമ്മൾ അത്രയും ആക്കി എടുക്കണമെങ്കിൽ കാരണം വന്ധുവസം ആക്കണം. എന്നിട്ടൊരു CC ക്യാമറയും കൂടി ഇവിടെ സെറ്റാക്കണം. CC ക്യാമറ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ഇത്രയും പോസിറ്റീവ് എനർജിയുള്ള ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഒരു അവസരമാണ്. ഭഗവാന്റെ ഈടാന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രപാലകന്മാരെ പോലെ ജയനും വിജയനും കാവലിക്കുന്ന പോലെ ഒരു ക്യാമറയും കൂടി ഉണ്ടാകുമ്പം അത് സുരക്ഷത കുറച്ചും കൂടി കൂട്ടും. ഇപ്പോൾ ചിലരോടേക്കും ഭഗവാൻ എന്തിനാണ് സുരക്ഷ, എല്ലാവരും സുരക്ഷിതനായിരിക്കുന്ന ഭഗവാൻ ആവശ്യമുണ്ട് ചോദിക്കും. അതല്ല, ഭഗവാൻ ചില സമയങ്ങൾ എല്ലാ സമയങ്ങളിലും എല്ലായിടത്തും ഉണ്ടായിന്ന് വരില്ല. ഭഗവാന്റെ ശ്രദ്ധ എല്ലായിടത്തും ഉണ്ട്. ഭഗവാൻ വൈകുണ്ഠവാസന അവിടെയാണുള്ളത്. പക്ഷെ എന്നാലോ ഓരോ സമയങ്ങളിലും ഓരോ സ്ഥലത്ത് ഭഗവാൻ വന്നിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ രാവിലെ വരുന്നു അല്ലേ, ബ്രാഹ്മമുഹൂർത്തോട് ഭഗവാൻ ഇവിടെ എത്തുന്നു അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ നല്ല നമസ്കാരം. നമുക്ക് കാണാം ഒരിക്കൽ കൂടി മഹാവിഷ്ണു ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ കുളത്തൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രമാണ്. നിങ്ങൾ വന്ന് കാണേണ്ടതാണ്. നിങ്ങൾ നാലമ്പല ദർശനത്തിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. ഇതുപോലുള്ള അനേക ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ അറിയാത്തത്. കാരണം ഇത് ഉൾഗ്രാമത്തിലാണുള്ളത്. അപ്പം നിങ്ങൾ വരിക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവിടെ ചെയ്യുക. ഇതാ കല്ലിറക്കിയിട്ടുണ്ടെങ്കിൽ കല്ല് കാണിച്ചു കൊടുത്തൊന്ന് കല്ല് ഇറക്കിയിട്ടുണ്ടാകും. ഇത് എത്ര കല്ലിറക്കിയിട്ടാണ്, ഇനി മോശമായി പോകും. അപ്പോൾ അതിലെവിടെയിൽ മോശമായി പോകുന്നതിനിടയിൽ നമുക്കിത് എങ്ങനെയെങ്കിലും ഇവിടെ ചുറ്റും അതിൽ കെട്ടിപ്പിക്കണം. കാരണം ഇവരെ ഒറ്റക്ക് വിട്ടാൽ ശരിയാവില്ല. ഇവരെ ബാക്കിൽ തന്നെ നടന്നു കഴിഞ്ഞാലേ ഇതെല്ലാം നടക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവർ കഴിവട്ട ആൾക്കാരായതുകൊണ്ടല്ല, കഴിവുള്ളവരായതുകൊണ്ടാണ്. അവർക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതിന് നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൂർത്തിയാക്കാൻ പറ്റും. നിങ്ങൾ 1 രൂപയെങ്കിൽ 1 രൂപ ഇവിടെ സഹായത്തിന് എത്തിക്കുക. ഇത് ഈ പോസിറ്റീവ് എനർജിയിലെ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഞാൻ പ്രവേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ക്ഷേത്രങ്ങളിലാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. അപ്പം കമ്മിറ്റിക്കാരെല്ലാം വെച്ചാൽ വേറെ ലെവലാണ്. കുളത്തൂരപ്പൻ്റെ മക്കൾ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അവർ ആ ഒരു പെരുമാറ്റവും സ്നേഹം വന്ന സമയം മുതൽ, നമ്മളെ കണ്ട സമയം മുതൽ ഈ സമയം വരെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അനുഭവിച്ചറിയണം അവരാ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. എന്നാൽ നല്ല നമസ്കാരം. അയ്യോ, നമുക്ക് പുതിയ ക്ഷേത്ര കാഴ്ചയും പുതിയ അനുഭവങ്ങളും പുതിയ ചരിത്രങ്ങളും തേടിയുള്ള യാത്ര നമുക്ക് തുടരാം. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവായി വീഡിയോ കാണുന്നവരും ഇത് കുറച്ചേ ഇനി ആവാനുള്ളൂ, ക്യാമറ കൈ കുറച്ചേ ആവാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് സ്ലിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻസ് അയക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ലോക ജനതയുടെ മുന്നിലേക്ക് ഈ ക്ഷേത്ര കാഴ്ചകൾ നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ എത്രയോ പൈസകൾ കൊണ്ടേ കളയുന്നുണ്ട്, നമ്മൾ എന്തെല്ലോ വേണ്ടാത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് നിങ്ങൾക്കും എൻ്റെ കൂടെ വരുമ്പം നിങ്ങൾക്കും അതിൽ പങ്കാളിയാവുക. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് 10 പേര് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ആരോടെങ്കിലും പറയാം. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. ഈ ക്ഷേത്രത്തിന് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും വലിയ ഉപകാരമാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളിപ്പം വരുന്ന വഴിക്ക് എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ ഓരോന്നും നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ പല ക്ഷേത്രങ്ങൾക്കും പലവരും സഹായത്തിൽ പോയിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ എന്തായാലും നിങ്ങൾ ഇതിനും ഈ കുളത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിനും നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. നല്ല നമസ്കാരം. പിന്നെ നമ്മളെ വാട്സപ്പിൽ വീഡിയോ കാണുന്നവരുണ്ട്. വാട്സപ്പ് കാണുന്ന കൂട്ടർ ദയവായി ലിങ്ക് ചിലപ്പം വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസിൽ മാത്രമേ ചിലപ്പോൾ ഇടുക. നിങ്ങൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലിങ്ക് എടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഷൂട്ടിങ്ങും അതിനിടയിൽ എഡിറ്റ് ചെയ്യാൻ കൊടുക്കണം, എഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ അവരില്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടി ആകുമ്പം തലപ്പിരാന്തായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെന്തായാലും ഒന്ന് സഹായിച്ചേ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ലിങ്ക് കിട്ടിയില്ല വെച്ചാൽ നിങ്ങൾ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ലിങ്ക് അതിലുണ്ടാവും. അങ്ങനെ പോയി കാണുക. പിന്നെ നമ്മളിത് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, പിന്നെ ഷെയർ ചാറ്റിങ്ങിലുണ്ട്, അതുപോലെ ഫേസ്ബുക്കിലുണ്ട്. ഇതിലെല്ലാം നമ്മളെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ യൂട്യൂബിലും ഉണ്ട്. അതുപോലെ ഏതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അറിയില്ല. അതും കൂടി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ ഈ യാത്രക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ
ഞാൻ അതിൻ്റെ QR കോഡ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാം. ഇതാണ് നമ്മളെ QR കോഡ്. അപ്പം അത് നിങ്ങൾ അതിലേക്ക് സമർപ്പിക്കുക. ഞാൻ മനസ്സിലായ നിങ്ങൾക്ക് പറ്റുന്ന സഹായം പറ്റുമെങ്കിൽ നിങ്ങൾ ആ QR കോഡിൽ നമുക്ക് യാത്രക്ക് വേണ്ടുന്ന സഹായങ്ങളും നമ്മുടെ ഭക്ഷണത്തിൻ്റെ സഹായങ്ങളും പറ്റുവാണെങ്കിൽ ചില ഇതേപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അത് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എന്നെ ഒഴിവാക്കാനും പറ്റില്ല, ചേർക്കാനും പറ്റുന്ന പറഞ്ഞ അവസ്ഥയിലായിരുന്നു അവർ. എന്നാലും അവർക്ക് പറ്റുന്ന സഹായങ്ങൾ അവർ ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നല്ല നമസ്കാരം. പുതിയ ക്ഷേത്ര കാഴ്ചയുമായി നമുക്ക് വീണ്ടും വരാം. ശിവോ.